ഈ വീഡിയോയ്ക്ക് വേണ്ടി പ്രധാനമായിട്ടും ഞാൻ 3 റെഫറൻസുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന്, കഴിഞ്ഞ മാസം ഓക്സ്ഫോർഡ് റിസർച്ച് എൻസൈക്ലോപീഡിയയിൽ പബ്ലിഷ് ചെയ്തു വന്ന UFOs, UAPs, ഏലിയൻസ് ആൻഡ് എക്സ്ട്രാ ടെറസ്ട്രിയൽസ് ആണ്. രണ്ടാമത്തത് 2017 പബ്ലിഷ് ചെയ്തു വന്ന UFOs ആൻഡ് ഏലിയൻസ് എന്ന പ്രബന്ധമാണ്. മൂന്നാമത്തേത് അമേരിക്ക വർഷങ്ങളായി രഹസ്യമായി സൂക്ഷിച്ചു വയ്ക്കുകയും ഒടുവിൽ ഡീക്ലാസിഫൈ ചെയ്യുകയും ചെയ്ത പ്രോജക്റ്റ് ബ്ലൂ ബുക്കിൻ്റെ മാനുസ്ക്രിപ്റ്റുമാണ്. ഈ വീഡിയോയ്ക്ക് ഗവൺമെൻറ് ഏജൻസികൾ നടത്തിയിട്ടുള്ള പഠനങ്ങളുടെ ഫലങ്ങൾ മാത്രമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലാതെയുള്ള ഒരു പഠനങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ എനിക്കൊരു 30 സെക്കൻഡ് സമയം തരണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മശക്തി 100 ഇരട്ടിയായിട്ട് വികസിപ്പിച്ചെടുക്കണോ? നിങ്ങളുടെ IQ ലെവൽ ഉയർത്തിക്കൊണ്ടുവരണോ? ഒരു വലിയ പുസ്തകത്തിലുള്ള കോണ്ടൻറ്റ് പൂർണ്ണമായിട്ടും ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കണോ? 20 അക്കമോ അല്ലെങ്കിൽ 40 അക്കമോ ഒക്കെ ദൈർഘ്യമുള്ള വലിയ സംഖ്യകൾ വളരെ അനായാസമായിട്ട് ഓർത്തു വയ്ക്കാൻ നിങ്ങൾക്ക് സാധ്യമാകണമോ? ഒരു പുതിയ ഭാഷ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കണോ? വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെമ്മറി ട്രിക്കുകളും മറ്റ് പല ബുക്കുകൾ റെഫർ ചെയ്തുണ്ടാക്കിയെടുത്ത മെമ്മറി ട്രിക്കുകളും കൂട്ടിച്ചേർത്ത് 25 ചാപ്റ്റേഴ്സ് അടങ്ങുന്ന ഒരു മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് കോഴ്സ് ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. പക്ഷേ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് ലഭ്യമാകുന്നതാണ്. കോഴ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കാം. താല്പര്യമുള്ളവർ പരിശോധിക്കുക. ആസ്ട്രോഫിസിക്സ് കോഴ്സിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതും ചെക്കൗട്ട് ചെയ്യുക. എൻ്റെ അടുത്ത സുഹൃത്തായ മൃദുൽ VM-ൻ്റെ കുളെ എന്ന ചെറുകഥ സമാഹാരമാണ്. വളരെ രസകരമായിട്ടുള്ള നിരവധി ചെറുകഥകൾ ഇതിലുണ്ട്. DC ബുക്സ് ആണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, പരിശോധിക്കുക. ഏലിയൻ UFOയുമായി ബന്ധപ്പെട്ട് ഒരു ഗവൺമെൻറ് ഏജൻസി ഒഫീഷ്യലായിട്ട് നടത്തിയ ആദ്യത്തെ ശാസ്ത്ര പഠനം നടന്നത് 1947-നും 1949-നും ഇടയിലായിരുന്നു. ആ പ്രോജക്റ്റിൻ്റെ പേരാണ് പ്രോജക്റ്റ് സൈൻ. ഒരുപാട് പ്രശ്നങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അമേരിക്കയിലുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ഉത്കണ്ഠ അവർ നാളുകളായി ആകാശത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന വിചിത്രമായിട്ടുള്ള ചില വസ്തുക്കളാണ്. ചിലതൊക്കെ നല്ല രീതിയിൽ തിളങ്ങുന്നുണ്ട്. ആകാശത്തുകൂടെ അതിശക്തമായ വേഗതയിൽ വിചിത്രമായ വസ്തുക്കൾ പറന്നു പോകുന്നത് കണ്ടിട്ടുള്ളവരുണ്ട്. ചില സമയങ്ങളിൽ അത് നിശ്ചലമാകും. അങ്ങനെ നിശ്ചലമായി നിൽക്കുന്ന സമയം തന്നെ പെട്ടെന്ന് അതിശക്തമായ വേഗതയിലേക്ക് ആക്സലറേറ്റ് ചെയ്യാനും ഇവയ്ക്ക് സാധ്യമാകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ജനങ്ങൾ നേരിടുന്ന സാഹചര്യത്തിലാണ് ഗവൺമെൻറ് നാഷണൽ ത്രെട്ടിനെക്കുറിച്ച് പഠിക്കാൻ ഈ ഒരു പ്രോജക്റ്റ് ആരംഭിക്കുന്നത്. പ്രോജക്റ്റ് ആരംഭിച്ച് വെറും 2 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഗവൺമെൻറ് ഈ കമ്മിറ്റിയെ പിരിച്ചുവിട്ടു. അനാവശ്യമായി ജനങ്ങളിൽ ഭീതി ഉണ്ടാക്കുന്നു, അശാസ്ത്രീയമായിട്ടുള്ള മാർഗങ്ങൾ ഉപയോഗിച്ച് പല കാര്യങ്ങളും വിലയിരുത്താൻ ശ്രമിക്കുന്നു എന്നതായിരുന്നു ഇവരുടെ കുറ്റം. ഇവരെ പിരിച്ചുവിട്ടതിന് പിന്നാലെ തന്നെ പുതിയൊരു പ്രോജക്റ്റും ആരംഭിച്ചു. ആ പ്രോജക്റ്റാണ് പ്രോജക്റ്റ് ഗ്രഡ്ജ്. 1949 മുതൽ 1951 വരെയാണ് ഈ പ്രോജക്റ്റ് നീണ്ടു നിന്നത്. മുമ്പുണ്ടായിരുന്ന പ്രോജക്റ്റിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ഇവർ മിക്ക UFOകളെയും തള്ളിപ്പറയുകയാണ് ഉണ്ടായത്. അവർക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്ന പ്രതിഭാസങ്ങളെ മാത്രമാണ് അവർ അഡ്രസ്സ് ചെയ്തത്. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് 1951 ഈ കമ്മിറ്റിയെ പിരിച്ചുവിടുന്നത്. പിന്നീട് 1 വർഷം കൂടി കഴിഞ്ഞ് 1952 പ്രശസ്തമായിട്ടുള്ള പ്രോജക്റ്റ് ബ്ലൂ ബുക്ക് ആരംഭിക്കുന്നത്. ചരിത്രത്തിൽ ഇന്ന് വരെ നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയിട്ടുള്ള ഏറ്റവും വിശാലമായിട്ടുള്ള ഒരു പഠനമായിരുന്നു ഇത്. 1952 മുതൽ 1969 വരെയാണ് ഇത് നീണ്ടു നിന്നത്. ഈ പഠന കാലയളവിൽ 12,816 കേസുകളാണ് അവർ പഠനത്തിന് വിധേയമാക്കിയത്. ഇതിൽ ഒരുപാട് കേസുകൾ വളരെയധികം പ്രശസ്തമാണ്. ഇന്നും ആളുകൾ ആ കേസുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ കേസുകളിൽ വളരെ പ്രധാനപ്പെട്ട 1-2 കേസുകൾ ഞാനിവിടെ ഡിസ്കസ് ചെയ്യാം. ഒന്ന്, 1947 രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരമായ വാഷിങ്ടൻ്റെ ആകാശത്ത് നടന്ന ഒരു സംഭവമാണ്. ഒരു പ്രൈവറ്റ് വിമാനത്തിൻ്റെ പൈലറ്റായിരുന്നു അർണോൾഡ്. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിക്കിടയിൽ ആകാശത്ത് വെച്ച് വിചിത്രമായിട്ടുള്ള ഒരു വസ്തുവിനെ കണ്ടു. ആ വസ്തു സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിശക്തമായിട്ടുള്ള പ്രകാശം അവിടെ നിന്നും വെളിയിലേക്ക് വരുന്നുണ്ട്. ആ പ്രകാശം കണ്ടിട്ടാണ് അദ്ദേഹം ശരിക്കും ആ ഭാഗത്തേക്ക് നോക്കുന്നത്. വിചിത്രമായിട്ടുള്ള ഒരു വസ്തു സ്വയം കറങ്ങുന്നു.
ഒറ്റ നോട്ടത്തിൽ നമ്മൾ ചായക്കപ്പ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സോസറിൻ്റെ രൂപമാണ് അദ്ദേഹത്തിന് തോന്നിയത്. അതുകൊണ്ട് തന്നെ ആ UFO ഫ്ലൈയിങ് സോസർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഏലിയൻസിൻ്റെ ഫ്ലൈയിങ് സോസേഴ്സ് ആ കാലഘട്ടത്തിൽ തന്നെ വലിയ പ്രശസ്തമായിരുന്നു. പല നോവലുകളിലും ഏലിയൻസ് സഞ്ചരിക്കാനായി ഉപയോഗിക്കുന്നത് ഫ്ലൈയിങ് സോസേഴ്സ് ആണെന്ന് പരാമർശിച്ചിട്ടുണ്ട്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള പല ഗ്രാഫിക്സ് വീഡിയോകളിലും സിനിമകളിലും ഫ്ലൈയിങ് സോസേഴ്സിനെ കാണിച്ചിട്ടുണ്ട്. ഈ സംഭവം നടന്ന് 1 മാസം കൂടി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ പ്രശസ്തമായിട്ടുള്ള മറ്റൊരു സംഭവം നടന്നു. റോസ്വെൽ ഇൻസിഡൻറ്റ് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. അതിനങ്ങനെ ഒരു പേര് കിട്ടാനുള്ള കാരണം ഈ സംഭവം നടന്നിരിക്കുന്നത് ന്യൂ മെക്സിക്കോയിലെ റോസ്വെൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അമേരിക്കൻ എയർഫോഴ്സിലെ ഒരു ഇൻ്റലിജൻറ്റ് ഓഫീസറായ മേജർ ജെസ്സി മാർഷലാണ് ആ കാഴ്ച കണ്ടത്. ആകാശത്തൂടെ പറന്നു കിടക്കുന്ന ഒരു ഏലിയൻ UFO ആയിരുന്നില്ല അദ്ദേഹം കണ്ടത്. നിലത്ത് ഭൂമിയിൽ തകർന്നടിഞ്ഞ അവസ്ഥയിൽ കിടക്കുന്ന ഒരു ഏലിയൻ പേടകത്തെയാണ് അദ്ദേഹം കണ്ടത്. അതൊരു ഏലിയൻ പേടകം തന്നെയാണെന്ന് അദ്ദേഹം വാദിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടാണ് റോസ്വെൽ. റോസ്വെല്ലിൽ അവധിക്ക് വന്നതാണ് അദ്ദേഹം. ആ സമയത്ത് കണ്ട ആ കാഴ്ച അദ്ദേഹത്തെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അവിടെ നിന്നും ഏലിയൻ പേടകത്തിൻ്റെ ഒരു പീസ് കളക്ട് ചെയ്യാനും അദ്ദേഹത്തിന് സാധ്യമായി. നമ്മൾ ഇന്ന് കാലത്ത് ഉപയോഗിക്കുന്നത് പോലുള്ള മൊബൈലുകളോ ക്യാമറകളോ ഒന്നും ആ ഘട്ടത്തിൽ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം അത് ചിത്രീകരിച്ചിട്ടില്ല. പക്ഷേ ആ കളക്ട് ചെയ്തിട്ടുള്ള പീസുമായിട്ട് അദ്ദേഹം ഒരു പ്രസ് മീറ്റിൽ പങ്കെടുത്തു. ആ പ്രസ് മീറ്റിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, ഞാൻ കണ്ടത് ഏലിയൻസിൻ്റെ ഒരു പേടകം തന്നെയാണ്, മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് അല്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് തന്നെ പറയാൻ സാധിക്കും. കാരണം അദ്ദേഹം എയർഫോഴ്സിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പൈലറ്റാണ്, ഒരു ഫൈറ്റർ പൈലറ്റാണ്. ഒട്ടും വൈകാതെ തന്നെ അന്നത്തെ അമേരിക്കൻ പ്രസിഡൻ്റായ ട്രൂമാനിൽ നിന്നും അദ്ദേഹത്തിന് ഒരു സന്ദേശം കിട്ടി. എത്രയും പെട്ടെന്ന് തന്നെ ലീവ് ക്യാൻസൽ ചെയ്ത് മിലിറ്ററി ബേസിലേക്ക് മടങ്ങി വരിക. കൂടാതെ ട്രൂമാൻ്റെ ഒരു പ്രസ്താവനയും ഉണ്ടായിരുന്നു പ്രസ് മീറ്റിൽ. അദ്ദേഹം പറഞ്ഞു, ഇത്തരത്തിൽ പ്രചരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയും വ്യാജമാണ്, ആരും അതിൽ വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. തിരിച്ച് ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം ജെസ്സി മാർഷൽ ഒരു പ്രസ് കോൺഫറൻസ് കൂടി നടത്തി. അത് മിലിറ്ററി ബേസിൽ വെച്ച് തന്നെ നടത്തിയ മിലിറ്ററിയുടെ തന്നെ ഒരു പ്രസ് മീറ്റ് ആയിരുന്നു. ആ പ്രസ് മീറ്റിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും കളവായിരുന്നു. അന്ന് എനിക്ക് കാണാൻ സാധിച്ചത് ഒരു ഏലിയൻ പേടകത്തെ ഒന്നുമല്ല, അത് തകർന്നടിഞ്ഞ ഒരു വെതർ ബലൂണാണ്. കാലാവസ്ഥയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ആ കാലഘട്ടത്തിൽ തന്നെ ആകാശത്തൂടെ പറത്തിവിടുന്ന ബലൂണാണ് വെതർ ബലൂൺ. ആ വെതർ ബലൂണൊക്കെ ചില സന്ദർഭങ്ങളിൽ പൊട്ടി നിലത്ത് വന്ന് പതിക്കാറുണ്ട്. അങ്ങനെ പതിച്ചിട്ടുള്ള ഒരു വെതർ ബലൂണിനെയാണ് താൻ കണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല ആ പ്രസ് മീറ്റിൽ തന്നെ തകർന്നടിഞ്ഞ വെതർ ബലൂണിൻ്റെ പല കഷ്ണങ്ങളും അദ്ദേഹം എടുത്ത് കാണിക്കുകയും ചെയ്തു. പ്രോജക്റ്റ് ബ്ലൂ ബുക്ക് അതിൽ വ്യക്തമായിട്ടുള്ള ഒരു പഠനം നടത്തി. ആ പഠന ഫലമനുസരിച്ച് ശരിക്കും ഒരു വെതർ ബലൂൺ അല്ല, അത് ട്രൂമാനും വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അത് ഒരു എയർക്രാഫ്റ്റാണ്. സോവിയറ്റ് യൂണിയൻ്റെ എയർക്രാഫ്റ്റ് ആയിരിക്കുമെന്നാണ് ട്രൂമാനും മറ്റ് മിലിറ്ററി ഉദ്യോഗസ്ഥരും കരുതിയിരുന്നത്. ആ കാലഘട്ടത്തിൽ കോൾഡ് വാർ കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണ്. സോവിയറ്റ് യൂണിയൻ എപ്പോൾ വേണമെങ്കിലും അമേരിക്കയെ ആക്രമിക്കാമെന്നാണ് എല്ലാവരും ചിന്തിച്ചിരുന്നത്. ആളുകളിൽ ഭയം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരത് മറച്ചു വയ്ക്കുന്നത്. മാത്രമല്ല, സോവിയറ്റ് യൂണിയൻ്റെ വിമാനം ഇത്തരത്തിൽ അമേരിക്കയിലൂടെ പറന്നു എന്ന് ഒരു വാർത്ത പ്രചരിച്ചു കഴിഞ്ഞാൽ അത് ട്രൂമാന് വലിയ ക്ഷീണമായിരിക്കും. പക്ഷേ പ്രോജക്റ്റ് ബ്ലൂ ബുക്ക് നടത്തിയ പഠനത്തിൽ അത് സോവിയറ്റ് യൂണിയൻ്റെ എയർക്രാഫ്റ്റ് അല്ലെന്ന് അവർ കണ്ടെത്തി. സോവിയറ്റ് യൂണിയൻ അത്തരത്തിലുള്ള ഒരു എയർക്രാഫ്റ്റും ഉണ്ടാക്കിയിട്ടില്ല. സോവിയറ്റ് യൂണിയൻ മാത്രമല്ല, ഒരു രാജ്യവും ആ കാലഘട്ടത്തിൽ ഈ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ഒരു പേടകവും ഉണ്ടാക്കിയിട്ടില്ല. വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് പിന്നീട് ഈ റിപ്പോർട്ട് പൊതുസമക്ഷത്ത് എത്തിച്ചേരുന്നത്. പക്ഷേ ഇപ്പോൾ അന്നത്തെ ആ എയർക്രാഫ്റ്റിൻ്റെ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ എവിടെയാണെന്ന് ആർക്കും അറിയുകയില്ല. മൂന്നാമത്തെ സംഭവം വൈറ്റ് ഹൗസ് ഇൻസിഡൻ്റ് ആണ്. അമേരിക്കയുടെ രാജ്യ തലസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന വൈറ്റ് ഹൗസിന് സമീപത്ത് ഏകദേശം 7ഓളം വരുന്ന UFOകളെ കണ്ടെത്തി. ആദ്യമായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കൻ എയർക്രാഫ്റ്റ് കൺട്രോളറായ എഡ്വേർഡ് ന്യൂഗൻ്റ് ആണ്. അദ്ദേഹം റഡാറിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന 7 വിചിത്ര വസ്തുക്കളെ കണ്ടു. അത് പിന്നീട് ഒരു റിപ്പോർട്ടാക്കി ഹയർ അതോറിറ്റീസിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇവിടുത്തെ ഏറ്റവും വിചിത്രമായ കാര്യം ഇത് അദ്ദേഹം മാത്രമല്ല കണ്ടതെന്നുള്ളതാണ്. അതേ സമയത്ത് അതേ സ്ഥലത്ത് തന്നെ ഇതിനെ കണ്ടിട്ടുള്ള വേറെയും ആളുകളുണ്ട്. ആൻഡ്രൂസ് എയർ സ്പേസ് ബേസിനിലെ എയർമാനായ വില്യം റാഡിയാണ് മറ്റൊരാൾ. അദ്ദേഹം കണ്ടത് ആകാശത്തൂടെ സഞ്ചരിക്കുന്ന ഒരു വലിയ തീഗോളത്തെയാണ്.
എഡ്വേർഡ് ന്യൂഗൻഡ് കണ്ടു എന്ന് പറയുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഈ പ്രതിഭാസവും കണ്ടത്. അതൊരു മീറ്റിയോർ ആണെന്ന് പറയാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അതൊരു ഉൽക്കാച്ചീളാണെന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഒരേ വേഗതയിലല്ല അത് സഞ്ചരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വേഗത ആരോ നിയന്ത്രിക്കുന്നുണ്ട്. അതിൻ്റെ പാതയിലും വ്യത്യാസങ്ങളുണ്ട്. ചില സമയത്തൊക്കെ അത് വളഞ്ഞു പോകുന്നുണ്ട്, ചില സമയത്ത് സ്ലോ ആയി കുറച്ചു നേരം അവിടെ നിൽക്കുന്നുമുണ്ട്. അതിനുശേഷമാണ് അത് വീണ്ടും പറന്നകലുന്നത്. ഒരു എയർമാനായ അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു സ്പേസ് ക്രാഫ്റ്റിനും ആ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കില്ലെന്ന്. ഈ കാഴ്ച കണ്ട മൂന്നാമത്തെ വ്യക്തി എസ്.സി. പിയർമാൻ ആണ്. അദ്ദേഹം ആൻഡ്രൂസ് എയർഫോഴ്സിലെ ഒരു പൈലറ്റ് ആയിരുന്നു. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ വിമാനവുമായിട്ട് എയർ സ്പേസിൽ നിന്നും ആകാശത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലെ ഒന്നിനെ പോലും അദ്ദേഹത്തിന് ട്രേസ് ചെയ്യാൻ സാധിച്ചില്ല. കാരണം അവയെല്ലാം അതിശക്തമായ വേഗതയിലാണ് സഞ്ചരിച്ച് അകന്നുപോയത്. പിന്നീട് ഒരാഴ്ച കൂടി കഴിഞ്ഞ് വൈറ്റ് ഹൗസിൻ്റെ സമീപത്ത് വെച്ച് ഏതാണ്ട് ഇതുപോലെ തന്നെയുള്ള ഒരു കാഴ്ച ലഫ്റ്റനൻ്റായ വില്യം പാറ്റേഴ്സണും കണ്ടു. അദ്ദേഹം ആ സമയത്ത് വിമാനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. ആ വിമാനത്തിൻ്റെ സഹായത്താൽ തന്നെ അതിൽ ഒരു ഒബ്ജക്റ്റിനെ ട്രേസ് ചെയ്യാനും അദ്ദേഹം ശ്രമിച്ചു. ആദ്യഘട്ടത്തിൽ ആ ഒബ്ജക്റ്റ് ഏതാണ്ട് ഒരു 2000 km/h വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം അതിനെ ട്രേസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ വേഗത പെട്ടെന്ന് തന്നെ 10,000 km/h മാറി. 10,000 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന വിമാനങ്ങളുണ്ട്. നാസയുടെ X-43 എന്ന വിമാനം 12,000 km/h സഞ്ചരിക്കുന്നത്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ 2000-ൽ നിന്നും 10,000-ലേക്കോ അല്ലെങ്കിൽ 12,000-ലേക്കോ സഞ്ചരിക്കാൻ സാധിക്കുന്ന എയർക്രാഫ്റ്റുകളെ ഇതുവരെയായിട്ടും മനുഷ്യന് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോഴാണ് അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 70 വർഷങ്ങൾക്ക് മുമ്പ് അത്തരത്തിലുള്ള ഒരു ഒബ്ജക്റ്റിനെ കണ്ടത്. അത്രയും പെട്ടെന്ന് തന്നെ ആക്സിലറേറ്റ് ചെയ്ത് പോയതുകൊണ്ട് അദ്ദേഹത്തിന് അത് വിജയകരമായിട്ട് ട്രേസ് ചെയ്യാൻ സാധിച്ചില്ല. ഈ ദിവസങ്ങളിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളും വാഷിങ്ടൻ്റെ ആകാശത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് കാഴ്ചകൾ കണ്ടിരുന്നു. എല്ലാ ആളുകളും ഭയന്ന് ഓടുകയാണ് ഉണ്ടായത്. ആരും അതൊരു ഏലിയൻ UFO ആണെന്ന് ചിന്തിച്ചില്ല. കാരണം 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് അധിക നാളായിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണം നടക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. ശത്രുക്കളുടെ വിമാനമാണെന്ന് കരുതി അവിടെ നിന്നും ഓടി മറയുകയാണ് ഉണ്ടായത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അമേരിക്കൻ ഡിഫൻസിൻ്റെ ആസ്ഥാന മന്ദിരമായ പെൻറ്റഗണിൽ മേജർ ജനറലായ ജോൺ അലക്സാണ്ടർ സാഫോൺ ഒരു പ്രസ് മീറ്റ് വിളിച്ചുകൂട്ടി. 2ാം ലോക മഹായുദ്ധം നടക്കുന്ന കാലഘട്ടത്തിൽ അടിക്കടി പെൻറ്റഗണിൽ പ്രസ് മീറ്റ് വിളിക്കുന്ന പതിവുണ്ട്. പക്ഷേ അതിനുശേഷം ആദ്യമായിട്ടായിരുന്നു അന്നൊരു പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടിയത്. അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ രാജ്യ തലസ്ഥാനം സുരക്ഷിതമല്ല. ഇവിടെ വിചിത്രമായിട്ടുള്ള ചില വസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ശത്രു രാജ്യമായ സോവിയറ്റ് യൂണിയൻ്റെ എയർക്രാഫ്റ്റ് ആണെന്നാണ് സംശയിക്കുന്നത്. പ്രോജക്റ്റ് ബ്ലൂ ബുക്ക് പഠനത്തിന് വിധേയമാക്കിയ 12,618 UFO സൈറ്റിങ്സിൽ 94% യഥാർത്ഥ UFOകൾ അല്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ മിക്കതും കുക്ക്ഡപ്പ് സ്റ്റോറീസാണ്, ആളുകൾ ഉണ്ടാക്കി പറഞ്ഞ വ്യാജ കഥകളാണ്. അതിൽ ചിലതൊക്കെ വെതർ ബലൂൺസ് ആണ്. മറ്റു ചിലത് ആ സമയത്ത് അതുവഴി കടന്നു പോയിട്ടുള്ള വിമാനങ്ങളാണ്. വിമാനങ്ങൾ കൃത്യമായിട്ട് ഏതൊക്കെ സ്ഥലത്തൂടെ കടന്നു പോകുന്നുള്ള കൃത്യമായിട്ടുള്ള റെക്കോർഡ്സ് US ഗവൺമെൻറ്റിൻ്റെ പക്കലുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ നിർവചനം ഉണ്ടായത്. വേറെ ചിലത് മേഘങ്ങൾക്കിടയിലൂടെ കാണാൻ സാധിക്കുന്ന വിചിത്രമായിട്ടുള്ള ചില ഒപ്റ്റിക്കൽ ഇല്യൂഷൻസ് ആണ്. മറ്റു ചിലത് ആകാശത്തൂടെ അടിക്കടി കടന്നു പോയിട്ടുള്ള മീറ്റിയോ ഷവേഴ്സ് ആണ്. ആ കാലഘട്ടത്തിൽ ആളുകൾക്ക് മീറ്റിയോ ഷവേഴ്സിനെ കുറിച്ചുള്ള വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അവശേഷിക്കുന്ന 6% അത് ശരിക്കുമുള്ള UFOs ആണ്. ശരിക്കുമുള്ള UFOs എന്ന് പറയുമ്പോൾ അത് ഏലിയൻസിൻ്റെ വാഹനമാണെന്നുള്ള ഒരു അർത്ഥമില്ല. UFO എന്ന് പറഞ്ഞാൽ അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ് എന്നാണ്. നമുക്ക് എന്താണെന്ന് നിർവചിക്കാൻ സാധിക്കാത്ത ആകാശത്തൂടെ പറന്നു പോകുന്ന വസ്തുക്കളാണ്. അല്ലാതെ അതിന് ഏലിയൻസ് ആണെന്നുള്ള ഒരു അർത്ഥമില്ല. ഏലിയൻസ് ആയിരിക്കാം, പക്ഷേ ഏലിയൻസ് ആണെന്നുള്ള ഒരു തെളിവുകളും നമുക്ക് ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ടെറസ്ട്രിയലായിട്ടുള്ള ഒരു ജീവജാലങ്ങളുടെ സാന്നിധ്യം ഉള്ളതായിട്ട് ഈ റിപ്പോർട്ടിലെങ്ങും പരാമർശിക്കുന്നില്ല. പ്രോജക്റ്റ് ബ്ലൂ ബുക്കിൻ്റെ പഠനങ്ങൾ നടന്നുകൊണ്ടിരുന്ന 1960കളുടെ അവസാന ഘട്ടത്തിൽ യൂണിവേഴ്സിറ്റി ഓഫ് കൊളറാഡോ ഒരു കമ്മിറ്റിയെ നിയമിച്ചു. കോണ്ടോൺ കമ്മിറ്റി എന്നാണ് അതിൻ്റെ പേര്. പ്രോജക്റ്റ് ബ്ലൂ ബുക്കിൻ്റെ പഠനത്തെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. പിന്നീട് അവരൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. കോണ്ടോൺ കമ്മിറ്റി എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് പ്രോജക്റ്റ് ബ്ലൂ ബുക്ക് ഇനി പഠനങ്ങൾ നടത്തേണ്ട ആവശ്യമില്ല.
ഇപ്പോൾ തന്നെ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇനി പഠനം നടത്തുന്നത് കൊണ്ട് അവർക്ക് കാര്യമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതല്ല, മാത്രമല്ല ഗവൺമെൻറ്റിന് കനത്ത സാമ്പത്തിക ബാധ്യതയുമായിരിക്കും ഇത് വരുത്തി വയ്ക്കുക. പ്രോജക്റ്റ് ബ്ലൂ ബുക്ക് 1969 നിർത്തലാക്കിയതിന് ശേഷം 20-ാം നൂറ്റാണ്ടിൻ്റെ ഒടുക്കവും 21-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും വ്യത്യസ്തമായിട്ടുള്ള നിരവധി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു പഠനം 2007-12 കാലയളവിൽ നടത്തിയ AATIP എന്ന പ്രോജക്റ്റാണ്. അഡ്വാൻസ്ഡ് എയ്റോസ്പേസ് ത്രെഡ് ഐഡൻറ്റിഫിക്കേഷൻ പ്രോഗ്രാം എന്നാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം. ഈ പ്രോജക്റ്റ് നടത്തിയത് ഡിഫൻസ് ഫോഴ്സിൻ്റെ ആസ്ഥാനമായിട്ടുള്ള പെൻറ്റഗനാണ്. 22 മില്യൺ അമേരിക്കൻ ഡോളേഴ്സാണ് ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി പെൻറ്റഗൺ ഉപയോഗിച്ചത്. ഈ പ്രോജക്റ്റിനെ വ്യത്യസ്തമാക്കുന്നത് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള വീഡിയോ ഫൂട്ടേജുകളാണ്. മുമ്പുണ്ടായിരുന്ന പ്രോജക്റ്റുകളിൽ വീഡിയോ ഫൂട്ടേജുകൾ കാര്യമായിട്ട് കിട്ടിയിരുന്നില്ല. കാരണം ആ കാലഘട്ടത്തിൽ അങ്ങനെ വീഡിയോ എപ്പോഴും നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. ഈ പഠനത്തിലൂടെ പല വീഡിയോസും ആളുകൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഫൂട്ടേജുകളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ചിലതൊക്കെ ശരിക്കുമുള്ള UFO ആണെന്ന് മനസ്സിലാക്കാനും സാധിച്ചു. ആ UFOകളുടെ പ്രത്യേകത മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് ആക്സിലറേറ്റ് ചെയ്ത് വലിയൊരു വേഗതയിലേക്ക് മാറാൻ സാധിക്കും എന്നുള്ളതാണ്. കൂടാതെ ഒരു ഹെലികോപ്റ്റർ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ നിശ്ചലമായിട്ട് അന്തരീക്ഷത്തിൽ നിൽക്കാൻ സാധിക്കും. നിലവിലുള്ള നമ്മുടെ വിമാനങ്ങൾക്കൊന്നും അത് സാധിക്കുകയില്ല. പക്ഷേ ഹെലികോപ്റ്ററിന് അത്തരത്തിൽ നിൽക്കാൻ സാധിക്കും. പക്ഷേ ഹെലികോപ്റ്ററിന് ഉള്ളതുപോലുള്ള ചിറകുകളൊന്നും ഇതിനുണ്ടായിരുന്നില്ല. ഇത്രയും വേഗതയിൽ സഞ്ചരിച്ചിട്ടും അവിടെ നിന്നും ഒരു ശബ്ദവും കേൾക്കാൻ സാധിക്കുന്നില്ല. ശബ്ദത്തിൻ്റെ വേഗതയിൽ സഞ്ചരിക്കുന്ന വിമാനങ്ങളുണ്ട്, അല്ലെങ്കിൽ എയർക്രാഫ്റ്റുകളുണ്ട്. അങ്ങനെ ശബ്ദത്തിൻ്റെ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ അവിടെ സോണിക് ബൂം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം സംഭവിക്കും. കടലിലൂടെയോ അല്ലെങ്കിൽ കായലിലൂടെയോ ഒക്കെ ബോട്ട് സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ മുൻപിൽ ഒരുപാട് തിരകൾ വരുന്നത് നമുക്ക് കാണാമല്ലോ. അതുപോലെ തന്നെ ശബ്ദത്തിൻ്റെ വേഗതയിൽ അന്തരീക്ഷത്തിലൂടെ ഒരു വാഹനം അല്ലെങ്കിൽ ഒരു വിമാനം സഞ്ചരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന വാതകങ്ങളും ഇത്തരത്തിലുള്ള വലിയ വേവുകൾ സൃഷ്ടിക്കും. ആ വേവുകളാണ് സോണിക് ബൂമിന് കാരണമായി മാറുന്നത്. ചിലപ്പോഴൊക്കെ കെട്ടിടങ്ങളിലെ ചില്ലുകൾ ഈ സോണിക് ബൂം കാരണം പൊട്ടി തകരാറുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ഒരു സംഭവവും ഈ ഏലിയൻ UFOകളെ കണ്ടെത്തിയിട്ടുള്ള പ്രദേശങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ പ്രോജക്റ്റിലെ പ്രധാനപ്പെട്ട ഒരു കേസ് 2004 USS നിമിറ്റ്സ് ടിക് ടാക് ഇൻസിഡൻ്റ് ആണ്. ടിക് ടാക് ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം, കഴിച്ചിട്ടുണ്ടായിരിക്കാം. ആ ടിക് ടാക്കിൻ്റെ രൂപം എങ്ങനെയാണെന്ന് നമുക്കറിയാം. ആ രൂപത്തിലുള്ള ഏലിയൻ UFOകളെയാണ് ഒരു നേവി പൈലറ്റ് കണ്ടത്. മറ്റൊരു സംഭവം 2015 USS റൂസ്വെൽറ്റ് ഇൻസിഡൻ്റ് ആണ്. അമേരിക്കയുടെ കിഴക്കൻ തീരപ്രദേശത്ത് ആകാശത്തായിട്ട് ഒരുപാട് UFOകളെ വ്യത്യസ്തരായിട്ടുള്ള പല വൈമാനികരും കണ്ടു. അവരെല്ലാം ഏകദേശം ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് തന്നെയാണ് ഇവയെ കണ്ടത്. 2020-21 കാലഘട്ടത്തിൽ പെൻറ്റഗൺ തന്നെ നടപ്പിലാക്കിയ മറ്റൊരു പ്രോജക്റ്റാണ് UAP ടാസ്ക് ഫോഴ്സ്. ഈ കാലഘട്ടത്തിൽ അമേരിക്കയുടെ മിലിറ്ററി ഓഫീഷ്യൽസ് തന്നെ ചിത്രീകരിച്ചിട്ടുള്ള ഏലിയൻ UFOs എന്ന് സംശയിക്കുന്ന ഒരുപാട് വീഡിയോ ദൃശ്യങ്ങളുണ്ടായിരുന്നു. ആ വീഡിയോ ദൃശ്യങ്ങളുടെ നിജസ്ഥിതി എന്താണെന്ന് അറിയണമെന്ന് പബ്ലിക്സിന് അതിയായ ആഗ്രഹവുമുണ്ടായി. അതിനെ തുടർന്ന് പല രീതിയിലുള്ള പ്രൊട്ടസ്റ്റും അവർ നടത്തുന്നുണ്ട്. അങ്ങനെയാണ് 2020 ഈ പ്രോജക്റ്റ് ആരംഭിക്കുന്നത്. മിലിറ്ററി ഓഫീഷ്യൽസ് തന്നെ ചിത്രീകരിച്ചിട്ടുള്ള 144 വ്യത്യസ്തമായിട്ടുള്ള കേസുകളാണ് ഇവിടെ പഠനത്തിന് വിധേയമാക്കിയത്. അതിൽ ഒരെണ്ണം വെതർ ബലൂൺ ആണെന്ന് കണ്ടെത്തി. പക്ഷേ 143 എന്താണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത് UFOs ആയിട്ട് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. പുറം ലോകത്തെ അറിയിക്കാതെ ചൈനയോ റഷ്യയോ നിർമ്മിച്ചിട്ടുള്ള ഏതെങ്കിലും രഹസ്യ എയർക്രാഫ്റ്റ് ആയിരിക്കുമെന്നാണ് ഇവർ സംശയിക്കുന്നത്. ഏലിയൻസിൻ്റെതാണെന്നുള്ള ഒരു പരാമർശവും ഉണ്ടായിട്ടില്ല. മൂന്നാമത്തെ പഠനം 2022 ആരംഭിച്ച് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പഠനമാണ്. AARO എന്ന പേരിലാണ് ആ പഠനം അറിയപ്പെടുന്നത്. ഓൾ ഡൊമെയിൻ അനോമലി റെസൊല്യൂഷൻ ഓഫീസ് എന്നാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം. 650-ൽ വരുന്ന കേസുകളാണ് ഇവിടെ പഠനത്തിന് വിധേയമാക്കുന്നത്. ഇതിൽ ഏലിയൻ UFOകൾ മാത്രമല്ല പെടുന്നത്. ആകാശത്തൂടെ പോകുന്ന UFOകൾക്ക് പുറമെ കടൽ പരപ്പിലൂടെ അല്ലെങ്കിൽ സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിന് സമാനമായിട്ടുള്ള ചില വസ്തുക്കളെക്കുറിച്ചും പഠിക്കുന്നുണ്ട്. കൂടാതെ സമുദ്രത്തിൻ്റെ അടിയിലൂടെ സഞ്ചരിക്കുന്ന ഏലിയൻസിൻ്റേതെന്ന് പലരും സംശയിക്കുന്ന തരത്തിലുള്ള വസ്തുക്കളെയും പഠനത്തിന് വിധേയമാക്കുന്നുണ്ട്. ഈ പഠനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിപ്പോർട്ടുകളും നിലവിൽ പബ്ലിഷ് ചെയ്തു വന്നിട്ടില്ല.
നിലവിൽ ഈ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് ഗൂഢാലോചന സിദ്ധാന്തം അല്ലെങ്കിൽ കോൺസ്പിറസി തിയറീസ് ആയിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും ഈ പ്രസ്താവനയുമായിട്ടൊക്കെ വരുന്നത് അമേരിക്കൻ മിലിറ്ററിയിൽ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരാണ്. പക്ഷേ അപ്പോൾ തന്നെ പെൻറ്റഗൺ അതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞ് പ്രസ്താവനയും പുറപ്പെടുവിക്കാറുണ്ട്. പെൻറ്റഗൺ ഇതാണ് യാഥാർത്ഥ്യമെന്ന് പറഞ്ഞ് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്താൽ മാത്രമേ നമുക്കത് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതുള്ളതൊക്കെ തന്നെയും കോൺസ്പിറസി തിയറികൾ മാത്രമാണ്. പെൻറ്റഗൺ ഒഫീഷ്യലി ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞാനതൊരു വീഡിയോ ആക്കി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഈ വീഡിയോയുടെ ആദ്യഘട്ടത്തിൽ ഞാൻ പറഞ്ഞ മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് കോഴ്സ് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ പരിശോധിക്കുക. കൂടാതെ എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള മൃദുലിൻ്റെ പുസ്തകം അതും നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും പരിശോധിക്കുക. താങ്ക്